നെക്സ്റ്റ് വരുന്നത് മമങ് ദായുടെ ഒരു വർക്കാണ്, സ്മോൾ ടൗൺസ് ആൻഡ് ദി റിവർ. ഇപ്പോൾ മമങ് ദായ് എന്ന് പറയുന്നത് ഒരു സെലിബ്രേറ്റഡ് ഇന്ത്യൻ പോയിറ്റ് നോവലിസ്റ്റ് ആണ് ആൻഡ് ഓൾസോ ജേർണലിസ്റ്റ് ഫ്രം അരുണാചൽ പ്രദേശ്. പാസിഘട്ട് എന്നുള്ള സ്ഥലത്താണ് ഇവർ ജനിച്ചത്. ആദി ട്രൈബിലാണ് ഇവർ ബിലോങ് ചെയ്യുന്നത്. ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട റൈറ്ററാണ് ഇവർ. സോ ഇവരുടെ പോയട്രിക്കകത്ത് നേച്ചർ, സ്പിരിച്വാലിറ്റി, ട്രൈബൽ മിത്തോളജി, ഹ്യൂമൻ ബീയിങ്സും നേച്ചറുമായിട്ടുള്ള കണക്ഷൻ ഇതൊക്കെയാണ് വരുന്നത്. ആൻഡ് ഓൾസോ ഷീ വാസ് എ ഫസ്റ്റ് വുമൺ ഫ്രം അരുണാചൽ പ്രദേശ് ടു ജോയിൻ IAS. ഒരു ഫുൾ ടൈം റൈറ്റർ ആവുന്നതിന് മുന്നേ ഇവർ IASലൊക്കെ ജോയിൻ ചെയ്തിരുന്നു ഇവർ. ആൻഡ് ഓൾസോ അവരുടെ നോട്ടബിൾ വർക്ക്സ് എന്ന് പറയുന്നത് റിവർ പോംസ് ഉണ്ട്, ദ ബ്ലാക്ക് ഹിൽ, സ്റ്റുപ്പിഡ് ക്യൂപ്പിഡ്. നമുക്ക് പഠിക്കാനുള്ള പോയത്തിനകത്തോട്ട് പോവാം. സ്റ്റാൻസ് ഓഫ് ഫസ്റ്റിനകത്ത് ഇവർ പറയുന്നത് വളരെ സാഡായിട്ടുള്ള രീതിയിൽ ഇവർ പറയുവാണ്. സ്മോൾ ടൗൺസിനെ ഡെത്തുമായിട്ട് അസോസിയേറ്റ് ചെയ്യാണ് ഇവർ. ബിക്കോസ് ഈ സ്മോൾ ടൗൺസ് എന്ന് പറയുമ്പം, കുഞ്ഞു ടൗൺ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ വലിയ പുരോഗമനോ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റോ ഒന്നും കാണില്ലല്ലോ. അവരൊരു സ്റ്റിൽനെസ് അല്ലെങ്കിൽ ഒരു സൈലൻസ് ആണുള്ളത്. ആ ഒരു സ്മോൾ ടൗണിൻ്റെ നേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ ചേഞ്ചസ് ഒന്നും കാണത്തില്ല. സോ സ്മോൾ ടൗണിനെ എപ്പോഴും ഇവർക്ക് ഡെത്തുമായിട്ടാണ് ഇവർക്ക് ആ ഒരു റിമൈൻഡ് ചെയ്യുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ ഹോം ടൗൺ, പിന്നെ പറഞ്ഞ് ഇവരുടെ ഹോം ടൗൺ എന്ന് പറയുന്നത് വളരെ കാം ആൻഡ് ടൈംലെസ് ആണ്. ഈ ഹോം ടൗണിന് ചുറ്റിനും ട്രീസ് ഉണ്ട്, ഒരുപാട് ട്രീസ് ഉണ്ട്. അവിടെ വലിയ രീതിയിൽ സീസണൽ ചേഞ്ചസോ ഒന്നും വരുന്നില്ല. സമ്മർ ആണെങ്കിലും വിൻ്റർ ആണെന്നുണ്ടെങ്കിലും ഇപ്പം എന്താണ് ഡസ്റ്റ് ഫ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും വിൻഡ് ഹൗൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് ഓൾവേസ് ദ സെയിം എന്നാണ് പറയുന്നത്. വലിയ മാറ്റമൊന്നുമില്ല. അതായത് ഹ്യൂമൻ ബീയിങ്സിനാണെങ്കിലും വലിയ മാറ്റമൊന്നുമില്ല. നേച്ചറും അൺഎഫക്റ്റഡ് ആണ് സീസണൽ ചേഞ്ചസിൽ. ഡസ്റ്റി ഹീറ്റ് ഓഫ് സമ്മർ ആണെങ്കിലും വിൻ്ററിൻ്റെ ആ ഒരു ഹൗളിംഗ് വിൻഡ് ആണെന്നുണ്ടെങ്കിലും ടൗൺ റിമെയിൻസ് ദ സെയിം ആണ്. അതായത് അവിടെ ഒരു സെയിംനെസ് അല്ലെങ്കിൽ സൈലൻസ് ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത് അവിടെ ഒരു പെർമനൻ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്, ഒരു സ്റ്റിൽനെസ് ഉണ്ട്. അപ്പോൾ ദെൻ സ്റ്റാൻസ 2-നകത്ത് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുവാണ്. ഡെത്ത് ഓഫ് സമ്മൺ ഇൻ ദ ടൗൺ, ആരോ ഒരാൾ ടൗണിൽ മരിച്ചു. അപ്പോൾ ആ ഒരു സൈലൻസിന് ആളുകളെല്ലാം ഇങ്ങനെ മോൺ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ആ ഒരു പ്ലേസ് കുറച്ചും കൂടി എക്സ്ട്രീം ആയിട്ട് അങ്ങ് സ്റ്റില്ലായി മാറി, സൈലൻ്റ് ആയിട്ട് മാറി. പോയിറ്റ് പറയുന്ന ലൈഫ് ആൻഡ് ഡെത്ത് എന്ന് പറയുന്ന റിക്കറിങ് ആയിട്ടുള്ള സൈക്കിൾസ് ആയിട്ടാണ്. അതായത് ഹ്യൂമൻസിന് അതുമായിട്ട് ഡീൽ ചെയ്യാൻ അവരുടേതായിട്ടുള്ള വേസ് ഉണ്ട്. അതാണ് അതിൻ്റെ അൺചേഞ്ചിങ് ആയിട്ടുള്ള നേച്ചർ എന്ന് പറയുന്നത്. ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള രീതിയിൽ പറയുവാണ് ഡെത്തിനെ കുറിച്ചും ലൈഫിനെ കുറിച്ചും. ലൈഫ് ആൻഡ് ഡെത്ത് ആണെങ്കിൽ എന്തെന്നാ പറഞ്ഞേക്കുന്നത്, ആ ഒരു കാര്യം, ആ ഒരു ലൈഫിലൊരു സൈക്കിളാണ് ലൈഫും ഡെത്തും. അത് പെർമനൻ്റ് ആണ്. ഹ്യൂമൻ ബീയിങ്സ് അതിനെ ഡീൽ ചെയ്യുന്ന രീതിയും പെർമനൻ്റ് ആണ്. വലിയ മാറ്റമൊന്നുമില്ല. സ്റ്റാൻസ 3-കകത്ത് പിന്നെ അവർ പറയുന്നതെന്ന് വെച്ചാൽ റിവറിനെ ആത്മാവുള്ള രീതിയിൽ പേഴ്സോണിഫൈ ചെയ്ത് പറയുവാണ്. പേഴ്സോണിഫിക്കേഷൻ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് കൊടുക്കുന്നതാണ് നേച്ചർ, ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് ഇന്നാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിന് കൊടുക്കുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ റിവറിന് ഒരു ആത്മാവ്, സോൾ ഉണ്ടെന്ന് പറയുവാണ്. ആ സോൾ ഒരു ലിവിങ് എൻറ്റിറ്റിയാണ്, ഓൾമോസ്റ്റ് ഡിവൈൻ ആയിട്ടുള്ളൊരു സോളാണ് ഈ റിവറിനുള്ളതെന്ന് പറയുന്നു. അപ്പോൾ റിവർ ഹ്യൂമൻ ഇമോഷൻസിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് ഇവർ പറയുന്നുണ്ട്. സമ്മർ സീസണിൽ അതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് വളരെ കുറവാണ്. റിവറിൻ്റെ വെള്ളം കുറവായിരിക്കുമല്ലോ. സോ ആ ഒരു ഹ്യൂമൻ ബീയിങ്സിൻ്റെ പെയിനും സഫറിങ്ങുമാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പിന്നെ ചില സമയത്ത് എന്താണ്, ഈ റിവർ ഫുൾ ഓഫ് ഫിഷ് ആൻഡ് സ്റ്റാർസ് ആയി മാറുന്നു. വെള്ളം നല്ലപോലെ ഒഴുകുമ്പോൾ രാത്രിയിൽ അതിനകത്ത് സ്റ്റാർസിൻ്റെ റിഫ്ലക്ഷൻ കാണുന്നു, നിറച്ച് ഫിഷ് കാണുന്നു, അല്ലേ? അപ്പോൾ ഒരു ഡ്രീം ലൈക്ക് ഫിഗറാണ് പിന്നെ റിവറിനുള്ളത്. അപ്പോൾ റിവർ ശരിക്കും പറഞ്ഞാൽ ലൈഫിൻ്റെ ഫ്ലോയെ അല്ലെങ്കിൽ ആ ഒരു മെമ്മറി അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ലൈഫിനെയാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ നമുക്ക് പെയിൻ വരുമ്പോൾ അത് സമ്മർ സീസണോട്ട് ഇവർ കമ്പയർ ചെയ്യുന്നു, വെള്ളമില്ലാത്ത അവസ്ഥ. ചില സമയത്ത് എന്താണ്, രാത്രിയിലെ കണക്ക് ഫുള്ളായിട്ട് സ്റ്റാർസ് ഒക്കെ റിഫ്ലക്റ്റഡ് ആയി ചില സമയത്ത് നമ്മുടെ ലൈഫ് വളരെ ഹാപ്പി ആൻഡ് പീസ്ഫുൾ ആവുന്നു. സ്റ്റാൻസ 4-നകത്ത് വീണ്ടും റിവർ ഹാസ് എ സോൾ എന്നുള്ള ആ ഒരു ലൈൻ റിപ്പീറ്റഡ് ആയിട്ട് വരുവാണ്. അതായത് ആ റിവറിൻ്റെ ആ ഒരു ഡിവിനിറ്റിയാണ് കാണിക്കുന്നത്. ടൗണിൽ നിന്ന് വളരെ സ്ട്രെച്ച് ചെയ്തിട്ട് ലോങ് ആയിട്ട് കിടക്കുവാണ് റിവർ. ഹെവനെ എർത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരു എറ്റേണൽ ഫിഗറായിട്ടാണ് റിവറിനെ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് രാവിലെ നമ്മൾ നോക്കുമ്പോഴേ, അതായത് നമുക്ക് ആകാശം വരെ ഈ ഒരു നദി ഒഴുകുന്ന പോലെ അങ്ങ് നമുക്ക് തോന്നും. അതായത് ഹെവനെ എർത്തിനെയും കണക്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ പോയറ്റ് ഇവിടെ വാട്ടറിൻ്റെ ഇമ്മോർട്ടാലിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. നേച്ചർ ഓഫ് ലൈഫും ഇങ്ങനെ തന്നെയാണ്, സൈക്ലിക്കലാണ്. അതുപോലെ തന്നെയാണ് വാട്ടറും നശിക്കുന്നില്ല. ഹ്യൂമൻസ് മരിക്കുമായിരിക്കും, പക്ഷേ റിവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരുപാട് ജനറേഷൻസിൻ്റെ മെമ്മറീസ് ക്യാരി ചെയ്തുകൊണ്ട് റിവർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും.
അപ്പോൾ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഇമ്മോർട്ടാലിറ്റി ഓഫ് വാട്ടർ അല്ലെങ്കിൽ റിവറിനെ ഇങ്ങനെ ഒരു ഡിവിനിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഡിവൈൻ എലമെൻ്റ് ആയിട്ട് കാണുന്നതൊക്കെ ഇവരൊരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു സ്ത്രീയാണല്ലോ, ഒരു റൈറ്റർ ആണല്ലോ. ആ ഒരു ട്രൈബൽ വിസ്റ്റമാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. നേച്ചറിൻ്റെ എല്ലാ എലിമെൻസിനെയും റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകളാണ് ട്രൈബൽസ്, ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ആ ഒരു റെസ്പെക്റ്റാണ് ഇതിനകത്ത് ഇവർ കാണിച്ചിരിക്കുന്നത്. സ്റ്റാൻസ 5 പറയുന്നത് എ ഷ്രൈൻ ഓഫ് ഹാപ്പി പിക്ചേഴ്സ് എന്നാണ്. ചൈൽഡ്ഹുഡ് മെമ്മറീസിനെ കുറിച്ചാണ് ഇവരിവിടെ പറയുന്നത്. ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഇന്നസെൻ്റ് ആണ്, വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. ആ ഷ്രൈൻ ഓഫ് ഹാപ്പി പിക്ചേഴ്സ് എന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡാണ് അവിടുത്തെ ഷ്രൈൻ എന്ന് പറയുന്നത്. അത് ഫുൾ ഹാപ്പിനെസ് ആണ് ചൈൽഡ്ഹുഡിൽ. ഹൗവർ സ്മോൾ ടൗൺസിന് ഒരു ആൻസൈറ്റി ഉണ്ടാവും അബൌട്ട് ദ ഫ്യൂച്ചർ. അതായത് ചേഞ്ച് ഉണ്ടാവുമോ, ട്രഡീഷൻസ് ഒക്കെ നഷ്ടമാവുമോ, അങ്ങനെ പറഞ്ഞ് ചില നമ്മൾ നേരത്തെ പറഞ്ഞ സ്മോൾ ടൗണിനും മാറ്റങ്ങളെ പേടിയാണ്. ആൻഡ് ദെൻ ദ ഡെഡ് ആർ പ്ലേസ്ഡ് പോയിന്റിങ് വെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഈ ഡെഡ് ആർ പ്ലേസ്ഡ് പോയിന്റിങ് വെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ട്രൈബൽ ഫ്യൂണറൽ കസ്റ്റമാണ്. ആ ഒരു കൾച്ചറൽ കണ്ടിന്യൂറ്റിയെ കാണിക്കുന്നതാണ്. അവരുടെ ഇതിനനുസരിച്ച് ഡെഡ് ബോഡീസ് എല്ലാം വെസ്റ്റിൽ, അല്ലെങ്കിൽ ഗ്രേവ് യാർഡ്സ് എല്ലാം വെസ്റ്റിലോട്ട് പോയിന്റഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് മരിച്ചു കഴിയുമ്പോൾ സോളിൻ്റെ ഒരു ആത്മാവിൻ്റെ ഒരു ജേർണി ഉണ്ടല്ലോ, അത് ഈസ്റ്റിലോട്ടാണ് പോകുന്നത്. അതായത് സൺ റൈസ് ചെയ്യുന്ന ഡിറക്ഷനിലോട്ടാണ് പോകുന്നത്. അത് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ റീബർത്ത് അല്ലെങ്കിൽ ഹോപ്പ് അല്ലെങ്കിൽ ഇമ്മോർട്ടാലിറ്റിയാണ് കാണിക്കുന്നത്. ഇൻ ടു ദ ഹൗസ് ഓഫ് സണ്ണിലോട്ടാണ് നമ്മുടെ സോൾ റൈസ് ചെയ്ത് പോകുന്നതെന്നാണ് പറയുന്നത്. ഹൗസ് ഓഫ് സൺ എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ആത്മാവ് ഹെവനിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരു എറ്റേണൽ പീസിലോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. സ്റ്റാൻസ 6 ഒരു ബ്രീഫ് സ്റ്റാൻസയാണ്, ഷോർട്ട് സ്റ്റാൻസയാണ്. അതിനകത്ത് ഹാർമണിയെക്കുറിച്ചും ഒരു റിന്യൂവലിനെ കുറിച്ചുമാണ് പറയുന്നത്. കൂൾ ബാംബു, സൺലൈറ്റ്, ഇങ്ങനെയുള്ള ഇമേജസ് പറയുന്നുണ്ട്. അതൊരു ഹീലിംഗ് അല്ലെങ്കിൽ സിംപ്ലിസിറ്റി ഓർ കാംനെസ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലൈഫ് മാറ്റേഴ്സ് ലൈക്ക് ദിസ് എന്ന് പറയുന്നുണ്ട്. ലൈഫിന് മീനിങ് കിട്ടുന്നത് ഇങ്ങനെയുള്ള മൊമെൻറ്റ്സിലാണ്. അതായത് സൈക്കിൾ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ലൈഫിൽ എന്ത് കിട്ടുന്നത്, ഒരു മീനിങ് കിട്ടുന്നത്. അത് നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. നേച്ചറിലാണ് ഹാപ്പൻ ചെയ്യുന്നത്. സ്റ്റാൻസ 7 കൺക്ലൂഡിങ് സ്റ്റാൻസയാണ്. അതിനകത്ത് എല്ലാ തീമും വരുന്നുണ്ട്. ലൈഫ്, ഡെത്ത്, റിവർ, ഡിവിനിറ്റി. ഈ ടൗണിലുള്ള ആളുകൾ നേച്ചറുമായിട്ട് നല്ല ക്ലോസ് ആയിട്ടാണ് ജീവിക്കുന്നത്. സോ അവർക്ക് ഗോഡുമായിട്ടും നേച്ചറുമായിട്ടും സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട്. അത് അവരുടെ ആ ഒരു ഹംബിൾ നേച്ചറിനെ അല്ലെങ്കിൽ പീസ്, കണ്ടിന്യൂറ്റിയെ കാണിക്കുന്നു. അതുകൊണ്ടാണ് ഈ സ്മോൾ ടൗൺ വളരെ സേക്രഡ് സ്പേസ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ പോയം തീരുന്നത് ഒരു സ്പിരിച്വൽ നോട്ടിലാണ്. ഹ്യൂമൻ ബീയിങ്സ് നേച്ചറുമായിട്ട് ഹാർമണിയിലാണ് ജീവിക്കുന്നത്. അത് അവരുടെ ലൈഫിൽ വലിയ അതായത് നെഗറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഒന്നും കൊണ്ടുവരുന്നില്ല. ഒരു സ്പിരിച്വൽ കണക്ഷൻ അതായത് അവർക്ക് ഗോഡുമായിട്ടും ഡിവിനിറ്റിയുമായിട്ടും ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട്. അങ്ങനെയാണ് ഈ ടൗണിലുള്ള ആളുകളും ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ പോയം എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫും ഡെത്ത് എന്ന് പറയുന്നത് ചേഞ്ചിങ് ആണ്. അതായത് ലൈഫും ഹാപ്പൻ ചെയ്യും, ഡെത്തും ഹാപ്പൻ ചെയ്യും. പക്ഷേ നേച്ചർ അല്ലെങ്കിൽ റിവറിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് അത് കണ്ടിന്യൂസ് ആണ്. അതിങ്ങനെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് പോകും. ഈ റിവർ സിംബലൈസ് ചെയ്യുന്നത് നേച്ചറിലെ ഒരു ഡിവിനിറ്റിയാണ്. ഈ ഒരു ഡിവിനിറ്റിയാണ് ഹ്യൂമൻ ലൈഫിനെ ഈ ഒരു ഗോഡുമായിട്ട് കണക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് നേച്ചറുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സിന് ഗോഡുമായിട്ട് ഒരു അസോസിയേഷൻ വരും. ഡെത്ത് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ പാർട്ട് ഓഫ് എക്സിസ്റ്റൻസ് ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫ്യൂണറൽ കസ്റ്റത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. ടുവേർഡ്സ് ദ വെസ്റ്റ് ആണ് ഫ്യൂണറൽ കസ്റ്റംസ് ഒക്കെ നടത്തുന്നതെന്നും ചൈൽഡ്ഹുഡ് മെമ്മറീസിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇതിവരുടെ ഹോം ടൗണിൻ്റെ ആ ഒരു ബ്യൂട്ടിയെക്കുറിച്ച് ഇവർ പറയുന്നുണ്ട്. ഇവരുടെ പാസ്റ്റ് ഇന്നസെൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെന്താണ്, ഈ റിവറിനൊരു സോൾ ഉണ്ടെന്നും ഇമ്മോർട്ടൽ ആണെന്നും അതിനൊരു വിസ്ഡം ഉണ്ടെന്നും അത് ഹ്യൂമൻ ഇമോഷൻസിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുവെന്നും ജനറേഷൻസ് ആയിട്ടുള്ള ആളുകളുടെ എല്ലാം മെമ്മറി ഇത് കളക്ട് ചെയ്ത് ഒഴുകുവാണെന്നും പറയുന്നുണ്ട്. ഹ്യൂമൻസും നേച്ചറുമായിട്ടുള്ളൊരു കോ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഇത് വേണമെന്നും പറയുന്നുണ്ട് അല്ലേ. ദെൻ സ്മോൾ ടൗൺസ് എല്ലാം സ്റ്റാറ്റിക് ആണ്, കോൺസ്റ്റൻ്റ് ആണ്. ആളുകളുടെ ഇമോഷൻസും ആണ് റിവർ പോലെ ഒഴുകുന്നത് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഡെത്തൊക്കെ ഹാപ്പൻ ചെയ്യുന്നുണ്ടെങ്കിലും പോം എൻഡ് ചെയ്യുന്നത് ലൈഫിൻ്റെ ആ ഒരു ബ്യൂട്ടിയിലും ആ ഒരു ഡിവിനിറ്റിയിലും ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇവർ ഈ ഒരു പോയത്തിനകത്ത് സംസാരിക്കുന്നത്.